വഴിതെറ്റി കാട്ടിലെത്തിയ നായയെ പിടിക്കാൻ സിംഹം അടുത്തേക്ക് നടന്നു. ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ തൻ്റെ അടുത്ത് ചില അസ്ഥികഷണങ്ങൾ കിടക്കുന്നത് നായ കണ്ടു. കൗശലക്കാരനായ നായ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആഹാ, ഈ സിംഹത്തിൻ്റെ ഇറച്ചിക്ക് ഇത്ര രുചി ഉണ്ടായിരുന്നോ? സിംഹം പേടിച്ചു പിന്മാറി. പക്ഷേ ഇതെല്ലാം കണ്ട് ഒരു കുരങ്ങൻ മരത്തിലിരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം സിംഹത്തോട് പറഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് കുരങ്ങൻ കരുതി. എല്ലാം കേട്ട് കോപം പൂണ്ട സിംഹം പറഞ്ഞു, നീ എൻ്റെ ചുമലിൽ കയറൂ, നമുക്കൊരുമിച്ച് അവനെ പിടിക്കാം. രണ്ടുപേരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട നായ ആദ്യമൊന്ന് ഭയന്നെങ്കിലും പിന്നീട് പറഞ്ഞു, ആ കുരങ്ങൻ എവിടെ പോയി? 1 മണിക്കൂറായല്ലോ മറ്റൊരു സിംഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഭയക്കും എന്ന് തോന്നിയാൽ ഭയപ്പെടുത്താൻ അനേകരുണ്ടാകും. തളരാനുള്ള സാധ്യത ഉണ്ടായാൽ തളർത്താനുള്ള ആളുകൾ എവിടെ നിന്ന് വേണമെങ്കിലും എത്തും. തകരാതിരിക്കുക എന്നത് അവനവൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ്. എല്ലാവരും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഓടുന്നത്. ഇര തേടുന്നവരും ഇര പിടിക്കുന്നവരും അങ്ങനെ തന്നെ. ആര് വിജയിക്കുന്നു എന്നത് ആര് അതിജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഓട്ടത്തിനിടയിൽ തട്ടി വീഴാം, ആക്രമിക്കപ്പെടാം, കാലിടറാം, നിരാശ തോന്നാം. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാനുള്ള സാധ്യതകൾ സ്വയം കണ്ടെത്തിയേ മതിയാകൂ. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ പകച്ചു നിൽക്കും, ചിലർ പക്വതയോടെ പെരുമാറും. ആദ്യ കൂട്ടർ ആദ്യ ശ്രമത്തിൽ തന്നെ അപ്രത്യക്ഷരാകും. മറ്റാരെങ്കിലും ഇവരെ ഇല്ലാതാക്കി എന്ന വിലാപഗാനവും അവർ ആലപിക്കും. സ്വയം നിയന്ത്രണശേഷിയുള്ളവർ ഓരോ തവണ പുനർനിർമ്മിക്കുമ്പോഴും പുതിയ ഊർജം കൈവരിക്കും. വേറൊരാളും തങ്ങളുടെ ഓട്ടം ഓടില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. ആകാരമോ അധികാരമോ ആരെയും വിജയികളാക്കില്ല. ആദ്യ ദർശനത്തിൽ അമ്പരപ്പുളവാക്കാൻ അവയ്ക്ക് കഴിയുമെങ്കിലും അധികം താമസിയാതെ അടിസ്ഥാന പ്രകൃതം പുറത്തുവരും. പാരമ്പര്യത്തിൻ്റെ പേരിലും പൊതുബോധത്തിൻ്റെ പേരിലും ലഭിക്കുന്ന ബഹുമാനത്തിനും നേട്ടങ്ങൾക്കും പരിധിയുണ്ട്. സ്വയം ആർജിച്ചെടുക്കുന്ന മികവും അനുഭവസമ്പത്തുമാണ് സ്ഥായിയായ വിജയങ്ങൾ സമ്മാനിക്കുക.